പാലക്കാട് പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടായെങ്കിലും സ്ഥാനാർത്ഥികളെല്ലാം ആത്മവിശ്വാസത്തിലാണ് എൻഡിഎയും. പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണ്. അതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നഗരസഭാ പരിധിയിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോളിംഗിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. 2, UDFിൻ്റെ നഗരപരിധിയിലും അതുപോലെ തന്നെ പ്രായരി പഞ്ചായത്തിൽ UDFിന് ലീഡ് ലഭിക്കേണ്ട കേന്ദ്രങ്ങളുണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ്. അതുപോലെ മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകളിൽ വന്ന പോളിംഗിൽ വന്ന കുറവ്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂല ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ 2 മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് 2 മുന്നണികളെയും ബാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക UDFിനെയാണ്. കാരണം UDF പ്രായരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഗരപരിധിയിൽ കിട്ടിയ ലീഡ് മറികടന്നത് പ്രായരിയിൽ വെച്ചിട്ടാണ്. ആ പ്രായരി പഞ്ചായത്തിലെ വലിയ ഇടിവാണ് പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ളത്. അത് UDFിനെ കൃത്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ UDFിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തവണ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചോർച്ച തീർച്ചയായിട്ടും UDFിന് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. 3ാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെടുന്നു ഞാൻ പറയാൻ കാരണം അതാണ്. നഗരസഭയിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ റെക്കോർഡ് പോളിംഗാണ്. കർണകി നഗറിലൊക്കെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള അത്രയും വലിയ പോളിംഗ് ശതമാനമാണ്. 80%, 83, 82, 83% ആ ബൂത്തുകളിൽ പോളിംഗ് വന്നിട്ടുള്ളത്. അത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയേറെ കനത്ത പോളിംഗ് കർണകി നഗർ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നത്. അതെ, BJP മേഖലകളിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ 75%-ലധികം 75% ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് 80, 82, 83% വരെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കർണകി നഗരത്തെ എല്ലാ ബൂത്തുകളിലുണ്ട്. 80%-ൽ കൂടുതലാണ് പോയിരിക്കുന്നത്. 80%-ലാണ് കൂടുതൽ പോയിരിക്കുന്നത്. സന്ദീപ് വാര്യർ പോയത് നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ യോജിച്ചിരുന്ന പ്രവർത്തകരെ ഒരുമിപ്പിക്കാൻ കാരണമായിട്ടുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഏറ്റെടുത്തു. കാരണം ഈ തുടക്കത്തിൽ കസേരയെല്ലാം പറഞ്ഞൊരു സഹതാപത്തിന് ശ്രമിച്ചുവെങ്കിൽ പിന്നീടുള്ള ഓരോ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. അത് വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവസാന ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, നേരത്തെ സന്ദീപ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രചരിച്ചതെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, UDFിനെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടിൽ കുറേ വോട്ടുകൾ തവണ ചോർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു ദുശകുനായിട്ട് അത് മാറി എന്നുള്ളത്. മറ്റൊന്ന് പറഞ്ഞല്ലോ, ഇപ്പം LDF 2ാം സ്ഥാനത്തേക്കും UDF 3ാം സ്ഥാനത്തേക്കും പോകുന്നു. അങ്ങനെ പോകണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, UDFിൽ നിന്ന് വലിയ തോതിൽ വോട്ട് LDFിലേക്ക് വരണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മൈനോറിറ്റി വോട്ടിൽ ഇത്തവണ ഈ സന്ദീപിൻ്റെ വിഷയം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഒരു UDFിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും LDFിന് ഗുണമായിട്ട് വരുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ തവണ CPMൻ്റെ വോട്ടുകൾ UDFിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വോട്ടുകൾ ഇത്തവണ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ബൂത്തുകളിൽ ഞാൻ നേരിൽ ചെന്നതാണ്. അപ്പോൾ UDF വലിയ സജീവമായിരുന്നില്ല. പക്ഷേ LDFിൻ്റെ പ്രവർത്തകർ അവരുടെ വോട്ടുകൾ കൊണ്ടുവരാൻ സജീവമായിട്ട് ഈ പഞ്ചായത്തുകളിലെ ബൂത്തുകളിലുണ്ടായിരുന്നു. അത് അവർ ആ കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വോട്ടുകൾ നിലനിർത്താനായിട്ടുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു 38,000-40,000 അടുത്ത് വോട്ടുകളിൽ അവരെത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ UDFിലുണ്ടായിട്ടുള്ള ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും എന്നുള്ളത് LDFും UDFും തമ്മിലുള്ള ഒരു ഇത് വരിക. ഞങ്ങൾ 8,000 മുതൽ 10,000 വോട്ട് വരെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു നഗരസഭാ പരിധിയിൽ.
8,000 മുതൽ 10,000 വോട്ടുകൾ വരെ ഞങ്ങൾ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പിരായിരി പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത്, ഇത്തവണ ഞങ്ങൾ 2-ാം സ്ഥാനത്ത് വരും. കണ്ണാടിയും മാത്തൂരും 1 അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് സെക്കൻഡായിട്ട് വരും. ഇത്തവണ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ പ്രചാരണത്തിനായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അതൊരു ഗുണം. പഞ്ചായത്തുകളിൽ ഇത്തവണ ഞങ്ങൾ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഗൃഹസമ്പർക്കം സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വീട് വീടാന്തരം കയറിയിട്ടുള്ളത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ എത്തിയിട്ടുണ്ട്. അവിടുത്തെ അവരുടെ വിഷയങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, കർഷകരുടെ നെൽകർഷകരുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തതിനെ സംബന്ധിച്ച്, പ്രാദേശികമായിട്ടുള്ള റോഡുകളുടെ വിഷയം, ഇതെല്ലാം ഞങ്ങൾ അവിടുത്തെ വോട്ടർമാർ, ഓരോ പ്രദേശത്തെയും വോട്ടർമാരുടെ എന്താണോ ആവശ്യം അത് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നത്.